അതായത് അഷ്റഫ് പൂനൂറിന് മൈക്കെടുക്കാമായിരുന്നു. അതായത് ഇവിടെ ഇപ്പോ നിങ്ങൾ കൃത്യമായി പറയേണ്ടത്, നമ്മൾ എന്തെങ്കിലും തമാശ ചോദിക്കോ ക്വിസ് മത്സരം അല്ലല്ലോ. ഇവിടെ നമ്മൾ ദീനിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശരീഅത്തിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശറഇന്റെ അടിസ്ഥാനപരമായ നിയമങ്ങളോട് യോജിച്ചുകൊണ്ടായിരിക്കണം സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് MT അബൂബക്കർ ദാരിമി നിങ്ങളോട് ചോദിച്ചത്. ബഹുമാനപ്പെട്ട MT ദാരിമി പല രൂപത്തിൽ ഇമാമിയങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജന്മഘോഷം എല്ലാം പുണ്യകർമ്മമാണ് എന്നിവിടെ സ്ഥിരപ്പെടുത്തുകയുണ്ടായി. ഇതിനെ നിങ്ങൾക്ക് ഗണ്ണിക്കാൻ കഴിയുമെങ്കിൽ ഗണ്ണിക്കാം. പിന്നെ നിങ്ങൾ ചോദിച്ചത് അങ്ങനെ സുന്നത്തായിരുന്നുവെങ്കിൽ പിന്നീട് അത് സഹാബത്ത് ചെയ്തിട്ടുണ്ടാവണ്ടേ, താബിയങ്ങൾ ചെയ്തിട്ടുണ്ടാവണ്ടേ, ഇമാമിയങ്ങൾ ചെയ്തിട്ടുണ്ടാവണ്ടേ എന്നാണ്. അത് ആരാ പറഞ്ഞിട്ടുള്ളത്? ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജ്മാഅ് കൊണ്ടോ സ്ഥിരപ്പെട്ട, ഖിയാസ് കൊണ്ടോ സ്ഥിരപ്പെട്ടതാണെന്ന് ഇമാമിയങ്ങൾ പറഞ്ഞു. അതും അയിമ്മത്ത് പറഞ്ഞതാണ്, മുസ്ലിം ലോകം അംഗീകരിക്കുന്ന അയിമ്മത്ത് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു കാര്യം ഇജ്മാഅ് കൊണ്ട്, ഖിയാസ് കൊണ്ട്, അല്ലെങ്കിൽ ഹദീസ് കൊണ്ട്, ഹദീസ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ വാക്ക്, പ്രവൃത്തി, ഇഖ്റാർ, ഖുർആന്റെ ഏതെങ്കിലും തരത്തിലുള്ള അംഗീകരിക്കപ്പെടുന്ന അതിന്റെ ദലാലത്തുകൾ, ഇതുകൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യം പിന്നീട് സുന്നത്താണ് എന്ന് തെളിയിക്കുമ്പോൾ അത് സഹാബത്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് പ്രമാണത്തിലാണുള്ളത് അതൊന്ന് പറയാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു കൃത്യമായി വസ്തുതാപരമായി പണ്ഡിതോചിതമായി കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ അതിന് പകരം വന്ന് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്നത് പോലെ ചോദിക്കരുത്. ദീനിന്റെ അടിത്തറയാണ്, ആ അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കണം ചോദ്യവും ഉത്തരവും. അതുകൊണ്ടാണ് ആ വിഷയം ഉണ്ടോ ഇല്ല എന്ന് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷെ അതും ഈ ചോദ്യവും നമ്മളിവിടെ സ്ഥിരപ്പെടുത്തിയ വിഷയവും തമ്മിൽ എന്ത് ബന്ധം? അങ്ങനെ സ്വഹാബത്ത് പിന്നീട് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. എങ്കിലേ ആ കാര്യത്തെ അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്ന അഭിപ്രായം അഷ്റഫ് പൂനൂറിനുണ്ടെങ്കിൽ അത് പറയാം. അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായം ഇസ്ലാമിന്റെ ഏത് പ്രമാണത്തിലാണുള്ളത്, അതാരാണ് പഠിപ്പിച്ചിട്ടുള്ളത്, അതും ഒന്ന് പറയണം. അതിനു വേണ്ടി മൈക്കെടുക്കാം. ആ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൈക്ക് ഒഴിവാക്കുകയും വേണം. അതിനു വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഞാനൊരു ചോദ്യകർത്താവ്, ചോദ്യത്തിന് ഒരാണിക്കുള്ളത്, ഇടയ്ക്ക് മൈക്ക് ഡോട്ട് ഇടരുത് പ്ലീസ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് പിന്നെ എനിക്ക് ഇതുവരെ നടന്ന ചർച്ച, ഇപ്പോൾ MT ദാരിമി ഉസ്താദുമായിട്ട് ഇത്രയും നേരം നടന്ന ചർച്ചയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം സ്വഹാബത്തും തബീങ്ങളും താബിഈങ്ങളും മദ്ഹബിന്റെ ഇമാമിയങ്ങളും ഒന്നും ആഘോഷിച്ചിട്ടില്ല, അവരൊന്നും ആഘോഷിക്കാൻ പറഞ്ഞിട്ടുമില്ല എന്നാണ്. ഉണ്ട് എങ്കിൽ എന്താണ് അതിന് തെളിവ് നൽകണം, അത് നൽകിയിട്ടില്ല. പിന്നെ സ്വഹാബത്ത് ചെയ്താൽ മാത്രമേ എന്ന് അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത് അങ്ങനെ ഒരു നല്ല കാര്യമായിരുന്നു എങ്കിൽ, എനിക്ക് കംപ്ലീറ്റ് ചെയ്യണേ, കുറച്ച് പറയാനുണ്ട്. പിന്നെ നല്ലൊരു കാര്യമായിരുന്നു എങ്കിൽ, ഇത് സുന്നത്തായ കാര്യമായിരുന്നു എങ്കിൽ ആദ്യം നമ്മളെക്കാൾ മുൻപേ അവർ ചെയ്യുമായിരുന്നു. അതാണ് ഈ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇത്. വഅമ്മ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തി ഫയഖൂലൂന ഫീ കുല്ലി ഫിഅലിൻ വഖൗലിൻ ലം യസ്ബിത് അൻ സ്വഹാബത്തി ഹുവ ബിദ്അ لأنه لو كان خيرا لسبقونا إليه لأنهم لم يتركوا خصلة من خصال الخير إلا وقد بادروا إليها. എന്തായി പറഞ്ഞത്? ഇതങ്ങനെ എന്തായി പറഞ്ഞത്? അങ്ങനെ നല്ല കാര്യമായിരുന്നു എങ്കിൽ സ്വഹാബത്ത് മുന്നിൽ നിന്ന് ചെയ്യുമായിരുന്നു. അപ്പൊ സ്വഹാബത്തൊന്നും ചെയ്തില്ല. ഹലോ, സഹാബത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് MT ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടില്ല. ആവശ്യമില്ലാത്തത് പറയരുത്, പറയാത്തത് പറയരുത്. സഹാബത്ത് ചെയ്യുമായിരുന്നു എന്ന്, അഥവാ ഏതൊരു നല്ല കാര്യമുണ്ടെങ്കിലും
ആ നല്ല കാര്യങ്ങളൊക്കെ സഹാബത്ത് ചെയ്യുമായിരുന്നു. അപ്പൊ സഹാബത്ത് ചെയ്തിട്ടില്ല എങ്കിൽ അത് നല്ല കാര്യമല്ല എന്നാണോ അഷ്റഫ് പൂനൂരിന്റെ വാദം? ഖുർആനിലോ ഹദീസിലോ ഇജ്മാഇലോ ഖിയാസിലോ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യം സഹാബത്ത് ചെയ്തിട്ടില്ല എന്നല്ല, സഹാബത്ത് ചെയ്തു എന്ന് സ്ഥിരപ്പെട്ടില്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെ വന്നാൽ അത് പുണ്യകർമ്മമല്ല എന്ന് അഷ്റഫ് പൂനൂരിന് അഭിപ്രായമുണ്ടോ? ഒന്ന് ടെസ്റ്റ് ചെയ്താൽ നന്നാവും. മൈക്ക് തരാം, ഇത് എളുപ്പമുണ്ട് പറയാൻ. അതുകൊണ്ട് സഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് വരികിൽ, അങ്ങനെ വന്നാൽ അത് സുന്നത്തല്ല എന്ന് മാത്രമല്ല, പിന്നെ ഇപ്പൊ ഷിർക്കാണെന്നോ ഹറാമാണെന്നോ എന്തെങ്കിലും വരുമോ? ഏറ്റവും ചുരുങ്ങിയത് സഹാബത്ത് ഒരു കാര്യം ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെട്ടിട്ട് ഇല്ല എന്ന് തന്നെ വെക്കുക. ഖുർആനിലോ ഹദീസിലോ ഇജ്മാഇലോ ഖിയാസിലോ ഇല്ല എന്ന് തന്നെ വെക്കുക. അങ്ങനത്തെ ഒരു കാര്യം സഹാബത്ത് ചെയ്തിട്ടില്ല എന്നാൽ അത് കറാഹത്താണ് എന്ന് പോലും വരുമോ അഷ്റഫ് പൂനൂരെ? അതൊന്ന് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പൊ വീണ്ടും സ്വഹാബത്ത് ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ് അത്? ആ വിഷയത്തിലേക്ക് നമുക്ക് പോവാ. അതിന് മുമ്പ് തീർക്കണം. ഞാനിപ്പോ ഇവിടെ വായിച്ചല്ലോ, അഹ്ലു സുന്നത്തി വൽ ജമാഅ ഫയഖൂലൂന ഫീ കുല്ലി ഫിഅലിൻ വഖൗലിൻ ലം യസ്ബിത് അനി സ്വഹാബ ഹുവ ബിദ്അ. ഇത് അഹ്ലു സുന്ന വൽ എന്താണ് ഇത്? ഇത് ഇബ്നു കസീർ പറഞ്ഞതാ. ഹലോ അഷ്റഫ് പൂനൂർ, നിങ്ങളെ സംസാരം വേണ്ടത്ര വ്യക്തമല്ല, വല്ലാതെ കട്ടു വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെയാണ് കേൾക്കുന്നത്. കേൾക്കുന്നതിൽ നിന്ന് മനസ്സിലാകുന്നതാണ് നമ്മൾ, അതിനനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോ നിങ്ങളിപ്പോ പറയുന്നത് എന്താണ്? കൃത്യമായി ഒന്ന് പറയൂ. ഖുർആനിലോ ഹദീസിലോ ഇജ്മാ നിലക്കോ ഖിയാസ് നിലക്കോ സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യം, സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യം സഹാബത്ത് പോലും അത് ചെയ്തിട്ടുമില്ല. സഹാബത്ത് ചെയ്തിട്ടില്ലാത്തത് ബിദ്അത്താണ് എന്ന് ഇബ്നു കസീർ പറഞ്ഞു എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ എന്തിനാണ് നിങ്ങൾ അഇമ്മത്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചത്? എന്താണ് ചോദിച്ചത്? അഇമ്മത്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എന്തിനാണ് നിങ്ങൾ ചോദിച്ചത്? ഒരു ചോദ്യം. രണ്ടാമത്തത്, ഇബ്നു കസീറ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നബിയോ സഹാബത്തോ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ബിദ്അത്താണ്, അഥവാ ദീനിൽ തള്ളപ്പെടേണ്ടതാണെന്നും അത് ഹറാമോ ഷിർക്കോ കുഫറോ ആണ് എന്നും നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? നബിയും സഹാബത്തും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം, നബിയും സഹാബത്തും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം, ചെയ്തിട്ടില്ല എന്ന് സ്ഥിരപ്പെട്ടത് മൗലിദിനെ സംബന്ധിച്ചല്ല പറയുന്നത്, അടിസ്ഥാനപരമായ ചർച്ചയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. നബിയോ സഹാബത്തോ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലേക്ക് സൂചനയോ മറ്റോ ഒന്നും പറഞ്ഞിട്ടില്ല, അഥവാ ഖുർആനിന്റെയോ ഹദീസിന്റെയോ ഇജ്മാഇന്റെയോ ഖിയാസിന്റെയോ സ്ഥാനത്തിലോ ഇതൊക്കെ ഹറാത്ത്, ഇതുകൊണ്ട് ഹറാണ്, നേരത്തിൽക്കുള്ളതാണ് എന്ന് നിങ്ങൾ അതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദിന് കട്ടുണ്ട്, എന്തായാലും ഇതുവരെ പറഞ്ഞ വിഷയത്തിൽ ഇപ്പൊ വീണ്ടും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് സ്വഹാബത്ത് ചെയ്തത് എന്ന് ചോദിച്ചതാണ്. അതിന് മറുപടി ഞാൻ ഇവിടെ പറയുകയും ചെയ്തിരുന്നു. വലൗകാന സബക്ക, പിന്നെ ഇതാണ് ഇത്, പിന്നെ നല്ലൊരു കാര്യമായിരുന്നു എങ്കിൽ അത് ആദ്യം ചെയ്യുക സ്വഹാബത്തായിരുന്നു എന്നതിന് മറുപടി ഞാൻ പറഞ്ഞു. ഇതൊരു സുന്നത്താക്കപ്പെട്ട പുണ്യമായ ഒരു കർമ്മമായിരുന്നു എങ്കിൽ അത് സ്വഹാബത്ത് ചാടി ചെയ്യുമായിരുന്നു, താബീങ്ങൾ ചെയ്യുമായിരുന്നു, താബീങ്ങൾ ചെയ്യുമായിരുന്നു. അതാണല്ലോ മറുപടി. പിന്നെ ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ പറയാണ്ട്?
ഹലോ, ഞാൻ ചോദിച്ചത് അതല്ല. അങ്ങനെ എവിടെയാണുള്ളത് എന്നാ ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞാ പോരാ, ആരെങ്കിലും എവിടെങ്കിലും എഴുതി വെച്ചത് പറഞ്ഞാലും പോരാ. നിങ്ങൾ അത് അംഗീകരിച്ച് പറയുന്നുവോ? മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾ അത് അംഗീകരിക്കുന്നുവോ? അഥവാ മൗലിദിനെ സംബന്ധിച്ച് മൗലിദ് സഹാബത്ത് ചെയ്തോ ചെയ്തില്ലേ അത് വേറെ വിഷയം. പക്ഷെ നിങ്ങൾ ആ മൗലിദ് സുന്നത്താണെന്ന് MT അബൂബക്കർ ദാരിമി ഇവിടെ സ്ഥിരീകരിച്ചപ്പോൾ നിങ്ങൾ അതിനെ തകർക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് സഹാബത്ത് ചെയ്യുമായിരുന്നു. അപ്പൊ സഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് സഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് സഹാബത്ത് ചെയ്യാത്തതൊക്കെ അത് ഷിർക്കാണ്, അല്ലെങ്കിൽ ബിദ്അത്താണ്, അല്ലെങ്കിൽ ഹറാമാണ് എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് എനിക്കറിയില്ല. ഷിർക്കാണെന്ന് ചിലപ്പോൾ മുജാഹിദ് പറയുന്നത് കേൾക്കാം, ചിലപ്പോൾ ബിദ്അത്താണെന്ന് പറയുന്നത് കേൾക്കാം. അഷ്റഫിന്റെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും അങ്ങനെ നിങ്ങൾ പറഞ്ഞു. അതിനാണ് ഞാൻ ചോദിച്ചത്. ഒരു കാര്യം നബി പോലും നബിയുടെ വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഇജ്മാഇലോ ഖിയാസിലോ ഒന്നും ഇല്ല എന്ന് തന്നെ വെക്കുക. അതുകൊണ്ടൊക്കെ ഇവിടെ സ്ഥിരീകരിച്ചു, അത് വേറെ വിഷയം. മൗലിദിന്റെ കാര്യത്തിൽ അതൊന്നും ഇല്ല എന്ന് വെക്കുക. അങ്ങനത്തെ ഒരു നല്ലതായ ഒരു കാര്യം സഹാബത്തും ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്താൽ വകുല്ലു ബിദ്അത്തിൻ ഫിന്നാർ എന്ന കാരണത്താൽ നരകത്തിൽ പോകുമോ, നരകത്തിലാകുമോ? ഇതാണ് എന്റെ ചോദ്യം. ഇതാണ് എന്റെ ചോദ്യം. ഈ ചോദ്യത്തിനൊന്ന് മറുപടി പറയണം. അതില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇജ്മാ കൊണ്ടും ഖിയാസ് കൊണ്ടും ഇതിലെ ഈ പറയപ്പെട്ട ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട ഏതെങ്കിലും ഒരു രൂപത്തിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ച് സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്ന് പറയുമ്പോൾ പിന്നെ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്തിനാ? ഉണ്ടോ ഇല്ല അത് ഞങ്ങൾ പറഞ്ഞു തരാം, വിശദമായി പറഞ്ഞു തരാം. പക്ഷെ നിങ്ങളുടെ ഈ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം തന്നെ ചോദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇതിലൊന്നും സ്ഥിരപ്പെട്ടതല്ല എന്ന് തന്നെ വെക്കുക. അത് സഹാബത്തും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു നല്ല കാര്യം അള്ളാഹുവിൽ നിന്ന് പുണ്യം കിട്ടുമെന്ന് കരുതിക്കൊണ്ട് ഒരു മനുഷ്യൻ ചെയ്താൽ അത് ബിദ്അത്താണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഇടക്ക് കട്ട് വരുന്നുണ്ട്. എനിക്ക് മാത്രമാണോ എല്ലാവർക്കും ഉണ്ടല്ലേ? ഇവിടെ ഉസ്താദ് പറഞ്ഞത് സ്വഹാബത്ത് ചെയ്തില്ല എന്ന് വരുത്തി തീർക്കാൻ ഞാൻ ശ്രമിച്ചതാണ്. സ്വഹാബത്ത് ചെയ്തില്ല എന്ന് വരുത്തി തീർക്കാൻ ഞാൻ ശ്രമിക്കരുത്. സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുമ്പോൾ എന്താണ് അത്? നിങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് സലാം ബാഖവി അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ കട്ടുണ്ട്. അഷ്റഫുണ്ട് അതല്ല ചോദ്യം. ഈ കാര്യങ്ങൾ ഓരോന്ന് വ്യവസ്ഥപ്പെടുത്തി പോവുകയാണെങ്കിൽ അത് വളരെ സുഖകരമായിരിക്കും. ഒരു കാര്യം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല, ഇജ്മാ കൊണ്ടും ഖിയാസ് കൊണ്ടൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യം, ഒരു നല്ലൊരു കാര്യം അതൊരാൾ ചെയ്തു, അതുകൊണ്ട് അയാൾ നരകാവകാശിയാകുമോ എന്നാണ് ചോദ്യം. അതുകൊണ്ട് അയാള് നരകത്തിൽ കടക്കുന്ന ബിദ്അത്ത് ചെയ്ത ആളായി മാറുമോ എന്ന്, അതാണ് ചോദ്യം. അത് പോയിക്കെടുത്ത് പറഞ്ഞു. അതെ, ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയിട്ട് നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് വരാം. നമുക്ക് മറ്റൊരു വിഷയമാണ്. അങ്ങനെ സ്വഹാബത്തും തബീങ്ങളും അവരൊക്കെ ചെയ്യാത്തൊരു കാര്യം ഒരാൾ ചെയ്ത് അയാൾ നരകത്ത് പോവുകയോ ചെയ്തില്ലേ? ഇത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി തന്നതിന് ശേഷം നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചോളൂ. നമുക്ക് എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ചോദിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞാ ഇവിടെ ഒരു ഇബാറത്ത് പേസ്റ്റ് ചെയ്തു. സ്വഹാബത്ത് അതൊരു ഹൈറായ കാര്യമായിരുന്നു എങ്കിൽ അതെന്താണ്? നേരത്തെ വായിച്ചെന്നില്ലേ? അത് സ്വഹാബത്ത് ചെയ്യുമായിരുന്നു. അപ്പൊ അവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അഷ്റഫ് പൂനൂർ, നിങ്ങൾ ആ പേസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. അത് വേറെ വിഷയമല്ല, അത് ഈ വിഷയം തന്നെയാണ്. ഇവിടെ കൃത്യമായി എല്ലാവരും മനസ്സിലാക്കിയ കാര്യം,
MT ദാരിമിയുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവിടെ കൂടിയ ആളുകൾക്ക് മനസ്സിലായി ഇതിനൊരുപാട് തെളിവുകളുണ്ട്. ദീനിൽ അംഗീകരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മൗലിദും ആഘോഷങ്ങളും ഒക്കെ പുണ്യകർമ്മമാണ് എന്ന് മനസ്സിലാക്കി. ഇതിനെ പൊളിക്കാൻ വേണ്ടി നിങ്ങൾ വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു അതിന് ന്യായം പറ. ആ ചോദ്യത്തിന് ന്യായം പറഞ്ഞത് സഹാബത്ത് ചെയ്തിട്ട് ഇല്ല എങ്കിൽ അതൊരു പുണ്യകർമ്മമല്ല. കാരണം അങ്ങനെ പുണ്യകർമ്മമായിരുന്നുവെങ്കിൽ സഹാബത്തല്ലേ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിന് ഉപോത്ബലകമെന്നോണം അതിനെ ശക്തിപ്പെടുത്തുന്നത് എന്ന അർത്ഥത്തിൽ അതിന് തെളിവായും കൊണ്ടാണ് നിങ്ങൾ ഉദ്ധരണി ഉദ്ധരിച്ചത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ധാരണ മുഴുവനും തെറ്റാണ്. അത് ഇസ്ലാമിന്റെ വിഷയങ്ങളുമായി ഉസൂലുമായി ബന്ധപ്പെട്ടതല്ല. അതിനാണ് ഞാൻ എന്റെ ചോദ്യം കൃത്യമായി മറുപടി പറയണം. എന്തെങ്കിലും പറയാൻ പറ്റില്ല ഇവിടെ ഇരുന്നിട്ട്. കൃത്യമായി ഉസൂലിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സംസാരം. ഒരു അസുല് മറ്റൊരു വിഷയം വരുമ്പോൾ വേറെ രൂപത്തിൽ ഇത് പറ്റില്ല. ദീനിന്റെ ഒരു അടിസ്ഥാനമുണ്ട്. അടിസ്ഥാന വ്യവസ്ഥക്കനുസരിച്ച് വേണം സംസാരിക്കാൻ. അതുകൊണ്ടാ ചോദിച്ചത്. ഒരു കാര്യം പുണ്യകർമ്മമാണെങ്കിൽ സഹാബത്ത് ചാടി ചെയ്യണം എന്നാ പറഞ്ഞത്. സഹാബത്ത് ചെയ്യാത്തൊരു കാര്യം ഖുർആനിൽ ഇല്ല. ഞങ്ങളിവിടെ ഖുർആനിലും ഹദീസിലും ഇജ്മാഇലും ഖിയാസിലും ഉള്ളതിനെ സംബന്ധിച്ച ഇവിടുത്തെ ചർച്ച. അതല്ല വിഷയം. അതൊന്നുമല്ലാത്ത ഖുർആനിലോ ഹദീസിലോ കൃത്യമായി ഒന്നും വന്നിട്ടില്ല. ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ അത് സ്ഥിരപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യമാണ്. അതാണെങ്കിലോ സഹാബത്ത് ചെയ്തതായിട്ട് കണ്ടിട്ടുമില്ല, അയിമ്മത്തും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല എങ്കിൽ അത് ചെയ്തത് ചെയ്യുന്നത് ബിദ്അത്താണെന്നും നേരത്തെ നിങ്ങൾ പറഞ്ഞ ഈ ഉദ്ധരണിയുടെ അടിസ്ഥാനത്തിൽ അത് ബിദ്അത്താണെന്നും വകുല്ലു ബിദ്അത്തിൻ ഫിന്നാർ അല്ലെങ്കിൽ ലലാല വകുല്ലു ലലാലത്തിൻ ഫിന്നാർ എന്ന നിങ്ങൾ സാധാരണ ഓതാറുള്ള മൗലിദ് ഓതിയാൽ നരകത്തിൽ പോകും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഓതാറുള്ള ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ നന്മ ചെയ്ത ആള് ആ നന്മ ചെയ്തതിന്റെ പേരിൽ നരകത്തിൽ പോകും. അങ്ങനെയുള്ള ഒരു ബിദ്അത്താണ് ആ ചെയ്തത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഈ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയണം. ഇല്ലെങ്കിൽ ഈ വിഷയം പിന്നീട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഹലോ, വീണ്ടും പറയാണ്. സ്വഹാബാക്കൾ പുണ്യകർമ്മമാകണമെങ്കിൽ സ്വഹാബാക്കൾ ചാടി ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ആ വിഷയത്തിൽ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഇതൊരു പുണ്യം ആയിരുന്നു എങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, എന്ന് വായിച്ചില്ലേ, ഇതൊരു പുണ്യകർമ്മമായിരുന്നു എങ്കിൽ അത് ചെയ്യേണ്ടത് സ്വഹാബത്തായിരുന്നു, താബിങ്ങളായിരുന്നു, താബിങ്ങളായിരുന്നു, മദ്ഹബിന്റെ ഇമാമിങ്ങളായിരുന്നു. ഇവർക്കൊന്നും ഇത് പുണ്യാണെന്ന് തോന്നിയില്ല, നിങ്ങൾക്ക് മാത്രം തോന്നുക. അപ്പൊ അവിടെ സംശയം വരല്ലോ. അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നാൽ ഇതിപ്പോ ചർച്ച വേറെയാണ്. ഇപ്പൊ എന്ത് ചർച്ച? ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൽ വേറെ ചർച്ച. ഇത് കഴിയട്ടെ. ചർച്ചക്ക് വന്നിരിക്കുന്നത് പിന്നെ അത് തന്നെയാണ് അഷ്റഫ് പൂനൂരായി ചോദിക്കുന്നത്. അത് വീണ്ടും നിങ്ങൾ ആവർത്തിക്കും ചെയ്യും. പിന്നെ അതല്ലേ ഞാൻ പറയുന്നത് എന്ന് പറയും. ഇത് പുണ്യകർമ്മമായിരുന്നുവെങ്കിൽ സഹാബത്തിന് തിരിയുമായിരുന്നു, അവര് ചെയ്യുമായിരുന്നു എന്നല്ലേ നിങ്ങൾ ഈ പറഞ്ഞത്? അതല്ലേ നിങ്ങൾ ഈ എഴുതിയതും? അതിനാണ് ചോദിക്കുന്നത്. കൃത്യമായി ഞാൻ ചോദിക്കുന്നത് അതാണ്. ആ വാദം നിലനിൽക്കില്ല. അത് ആര് പറഞ്ഞാലും നിലനിൽക്കില്ല. ഏതെങ്കിലും ഇബാറത്തിന് നിങ്ങൾ അങ്ങനെ അർത്ഥം വെച്ചിട്ട് കാര്യമില്ല. ഈ നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നതും അല്ല. അങ്ങനെ അംഗീകരിക്കപ്പെട്ട ഇമാമിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ഒറ്റപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്പർ ഇട്ടുകൊണ്ട് നമ്മുടെ ഇമാമിങ്ങൾ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വാദം നിലനിൽക്കുന്നതേ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യവും നിലനിൽക്കുന്നില്ല. ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ ഇതൊക്കെ ദീനിന്റെ തെളിവാണ് എന്നല്ലേ എല്ലാവരും അംഗീകരിക്കുന്നത്? നിങ്ങളും അത് പറയാറുണ്ടല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നുകൊണ്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ കൂടെ
അത് പിന്നെ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം അസ്ഥാനത്താകുന്നു. കാരണം സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പിന്നീട് നോക്കേണ്ടതില്ല. അതാണ് അതിന്റെ വിഷയം. അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയോ കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാര്യന്റെ നിയമങ്ങൾ അടിസ്ഥാനപരമായ അതിന്റെ ദലീലുകൾ, ആ ദലീലുകളിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ മനസ്സിലാക്കപ്പെടുന്നതാവാം, ചിലപ്പോൾ അതിലൊന്നും വരാത്തതാവാം, സഹാബത്തും ചെയ്തിട്ടില്ലാത്തതാവാം. അങ്ങനെയുള്ള പുണ്യകർമ്മം ഒരാൾ ചെയ്തു എന്നതുകൊണ്ട്, ആ കാര്യം ചെയ്തു എന്നതുകൊണ്ട് അയാൾ നരകത്തിലാണെന്നോ അത് പുണ്യകർമ്മം അല്ല എന്നോ അയാൾക്ക് പ്രതിഫലം ലഭിക്കുകയില്ല എന്നോ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല എന്നിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ചോദ്യം നിലനിൽക്കുന്നില്ല, സഹാബത്ത് ചെയ്യണമെന്നില്ല എന്ന് നിങ്ങൾ തന്നെ അംഗീകരിച്ച രൂപത്തിലായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം പറഞ്ഞത് കൊണ്ടാണ് സമ്മതിക്കാൻ ഒരു പ്രയാസം നിങ്ങൾക്കുണ്ടെങ്കിലും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് മനസ്സിലായി അങ്ങനെ ഒരു കാര്യം സഹാബത്ത് ചെയ്യണം എന്ന് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സ്ഥിരപ്പെടുത്തി. ആ സ്ഥിരപ്പെടുത്തിയ കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ എന്ത് പറ്റില്ല, പിന്നെ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം അസ്ഥാനത്താകുന്നു. അതുകൊണ്ട് ആ ചോദ്യം നിലനിൽക്കുകയില്ല. അതുകൊണ്ട് ഇതിനിപ്പോൾ മറുപടി പറയേണ്ടതും ഇല്ല. അല്ലാഹുവേ, ഈ ചർച്ച കേൾക്കുന്ന ആളുകൾ ഒന്ന് ഓപ്പൺ മൈൻഡ് ആയിട്ട് ചിന്തിക്കണം. എന്റെ ചോദ്യം എന്തായിരുന്നു, ഉസ്താദുമാരെ മറുപടി എന്തായിരുന്നു. പിന്നെ ഞാനിവിടെ നേരത്തെ പറഞ്ഞിരുന്നു, വഅമ്മാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഫയഖൂലുന ഫീ കുല്ലി ഫിഅലിൻ വഖൗലിൻ ലം യസ്ബുത് അനി സ്വഹാബ ഹുവ ബിദ്അ. എന്താ അതിനെപ്പറ്റി നിങ്ങളൊന്നും, ഇത് ഇബ്നു കസീർ വിവരക്കേടാ പറഞ്ഞത്? ഇബ്നു കസീർ ഈ പറഞ്ഞത് വിവരക്കേടാണോ? അഷ്റഫൂനെ, അതേ ഇബാറത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ബഹുമാനപ്പെട്ട സലാം ബാഖവി ഉസ്താദ് ചോദിച്ചത്. ആ ഇബാറത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇവിടെ പേസ് ചെയ്തല്ലോ, ആ ഇബാറത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല ഒരു കാര്യം. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടില്ല, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല, ഇജ്മാഅ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല, ഖിയാസ് കൊണ്ട് ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല, സഹാബത്താരും ചെയ്തിട്ടില്ല. ഒരാളെന്ത് ചെയ്തു, ഒരു പുണ്യം കരുതിയിട്ട് ഒരാൾ കാര്യം ചെയ്തു. എന്നാൽ അത് കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് ഇങ്ങനെ പറഞ്ഞ അപ്പൊ ദീനിന് തെളിവ് എന്താ ഉസ്താദ്? ഇങ്ങനെ പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാ ദീനില്? ഇവിടെ ഈ പറഞ്ഞത് ഇബ്നു കസീർ വിവരക്കേട് പറഞ്ഞോ എന്നാ ഞാൻ ചോദിച്ചത്. അങ്ങനെ സ്വഹാബാക്കളിലും സ്ഥിരപ്പെട്ടു വരും അങ്ങനെയുള്ള കാര്യങ്ങള്. അതാ പറഞ്ഞത്, സ്വഹാബാക്കൾക്കൊന്നും ഒരു വിവരമില്ലാത്ത ആളുകളാ, താബിങ്ങൾക്ക് വരില്ലാത്ത ആളുകളാ. ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം എന്നുള്ളത്, ആഘോഷം എന്നുള്ളത് നബിയോ സ്വഹാബത്തോ തബീങ്ങളോ താബിങ്ങളോ മദ്ഹബ് ഇമാമുകളോ ആരും ആഘോഷിച്ചിട്ടുമില്ല, അവരാഘോഷിക്കാൻ പറഞ്ഞിട്ടുമില്ല. അവരുടെ കിതാബിലൊന്നും എടോ അഷ്റഫ് പൂനൂർ, നിങ്ങളുടെ വാൽ ഇവിടെ പറയാനല്ല, നിങ്ങളുടെ ചോദ്യം, ആ ചോദ്യത്തിന് ഞാൻ ചോദിച്ച ഉപചോദ്യത്തിന് മറുപടി പറയാനുമാണ് നിങ്ങൾക്ക് മൈക്ക് തരുന്നത്. ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാന്ന് പറയാം, അത് ഇവിടെ പറ്റില്ല, അത് നിങ്ങളുടെ റൂമിൽ പറയാം. ഇവിടെ നിങ്ങൾ ഇബ്നു കസീറിന്റെ ഒരു ഇബാറത്ത് അടിച്ചു. ഇബ്നു കസീറിന് തിരിയാണ്ടല്ല, ഹലോ ഇടക്കിടക്ക് കട്ടാകുന്നുണ്ട് അല്ലെ സുഹൃത്തെ? ഇബ്നു കസീറിന് തിരിയാത്ത പ്രശ്നമല്ല. ഇബ്നു കസീറിന്റെ ഇബാറത്ത് കട്ട് ചെയ്ത് ഇബ്നു കസീർ പോലെയുള്ള ഇമാമിങ്ങളുടെ ഇബാറത്തിന് ദുർവ്യാഖ്യാനം ചെയ്ത കുഴപ്പമാണ്, ആ ഇബാറത്തിനെ മനസ്സിലാക്കാത്ത കുഴപ്പമാണ്. എന്നാൽ ഇബ്നു കസീറിന്റെ ഇബാറത്ത് നിങ്ങൾ ഉദ്ധരിച്ചു. ആ ഉദ്ധരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന് നിങ്ങൾ കൊടുത്ത അർത്ഥം
സഹാബത്ത് ചെയ്യാത്തതൊക്കെ അതിനാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറയുന്ന അർത്ഥം അല്ല എങ്കിലല്ലേ ഞാൻ വിശദീകരിക്കേണ്ടതുള്ളൂ. നിങ്ങൾ പറയുന്ന അർത്ഥം ആണെങ്കിൽ, നിങ്ങൾ നൽകുന്ന അർത്ഥം സഹാബത്ത് ചെയ്യാത്തതൊക്കെ ബിദ്അത്താണ് അല്ലേ? അതല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെയാണ് അഹ്ലുസുന്നത്ത് കാണുന്നതെന്നല്ലേ അതിന്റെ അർത്ഥം അല്ലേ അഷ്റഫ് പൂനൂർ? ആ ബിദ്അത്ത് ചെയ്യുന്നതൊക്കെ വലാലത്താണ്, അത് നരകത്തിലുമാണ്, അതല്ലേ? ബിദ്അത്ത് ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് ഹറാമാണ്, നരകത്തിലാണ്, അതല്ലേ നിങ്ങളുടെ വാദം? എങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇപ്പൊ ഇത് പാടില്ല എന്ന് നിങ്ങൾ പറയുന്നത്? സഹാബത്ത് ചെയ്തിട്ടില്ല എന്നൊരു മുഖദ്ദിമ കെട്ടിവെച്ചിട്ട് അത് തെറ്റാണ്, അത് സഹാബത്ത് ഇതിൽ ഓരോന്നും ചെയ്ത് ഞങ്ങൾ തെളിയിക്കും. പക്ഷേ പലതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാൻ ബാക്കിയുണ്ട്. എന്നാൽ സഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് സഹാബത്ത് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ബിദ്അത്താകുന്നു എന്ന ഇബാറത്ത് നിങ്ങൾ ഇവിടെ എഴുതി. അതിന് നിങ്ങൾ അർത്ഥം വെക്കുന്നത് എന്താ? അപ്പൊ അത് ബിദ്അത്താണ്, തെറ്റാണ്, അതുകൊണ്ട് ഹറാമാണ്, അത് പുണ്യകർമ്മമല്ല, അത് തള്ളപ്പെടേണ്ടതാണ്, അത് ചെയ്ത ആൾ വകുല്ലു ബിദ്അത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തും വലാലത്താണ്, ആ വലാലത്തൊക്കെ നരകത്തിലുമാകുന്നു. ഇതല്ലേ നിങ്ങൾ കൊണ്ടുവരുന്നത്? ഇങ്ങനെയാണെങ്കിലാണ് എന്റെ ചോദ്യം, ഈ അർത്ഥം അവിടെ കൊടുക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ സമ്മതിക്കും. ഇത് നിങ്ങൾ സമ്മതിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്ത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഇതല്ല ഇതിന്റെ അർത്ഥം, അതിന് മറ്റൊരർത്ഥമാകുന്നു. ഇങ്ങനെയാണ് അർത്ഥമെങ്കിൽ നബിയും സഹാബത്തും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ഒരാൾ ചെയ്തു പോയാൽ പടച്ച റബ്ബിന്റെ അരികിൽ നിന്ന് പുണ്യം കിട്ടും, പ്രതിഫലം ലഭിക്കും എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം നബിയോ സഹാബത്തോ ചെയ്തിട്ടില്ലാത്തത് ചെയ്തു പോയാൽ ഫഹിയ ബിദ്അ. അതാണല്ലോ ഇബ്നു കസീർ പറഞ്ഞത്, ബിദ്അത്താണ്. ബിദ്അത്തൊക്കെ ലലാലത്താണ്, ലലാലത്തൊക്കെ നരകത്തിലാണ്. അപ്പൊ ഇയാൾ നരകത്തിൽ പോകും. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇതൊന്ന് പറയ്, ഉണ്ടോ? ഇതാണല്ലോ അതിലൂടെ വരിക. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയാ, ഇല്ലെങ്കിൽ അത് പറയാ. ഓക്കെ, ഹലോ കേൾക്കുന്നുണ്ടോ? ഇടക്ക് കട്ടുണ്ട്, മുറിഞ്ഞാണ് കേൾക്കുന്നത്. എന്തായാലും കേൾക്കുന്നില്ല? ഓക്കെ. ഇപ്പോ ഞാനിവിടെ പറഞ്ഞിരുന്നു സ്വഹാബത്തിന്റെ ഇബ്നു കസീറിന്റെ പിന്നെ ഇബാറത്ത് ഞാനിവിടെ വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, സ്വഹാബത്തിന്റെ വിഷയത്തില് അവര് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ അവർ ചെയ്യുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നു. ഇപ്പൊ ഇമാം മാലിക്കിന്റെ ഒരു ഇബാറത്ത് താഴെ ഏതൊരു സഹോദരൻ അവിടെ അടുക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റസൂലുള്ള വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിലാണോ ഇസ്ലാമിൽ നിന്ന് പുറത്താണോ? റസൂലുള്ള അഷ്റഫ് പൂനൂർ, നിങ്ങൾ അടിച്ച ഉദ്ധരണിയിൽ നിന്ന് നിങ്ങൾ പിന്മാറിയോ? ഇപ്പൊ മറ്റൊരാൾ എഴുതിയപ്പോ കൂടേണ്ടി വന്നോ നിങ്ങൾക്ക്? ഇത് കഴിഞ്ഞോ? ഡോട്ടിടല്ലാതെ എന്തിനെങ്കിലൊക്കെ പറഞ്ഞ് നേരം കളയാൻ പറ്റില്ലല്ലോ. നിങ്ങളോട് ഞാൻ ചോദിച്ചത് നിങ്ങൾ ഉദ്ധരിച്ച ഇബാറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിന് നമുക്ക് പിന്നീട് പറയാം. ഇത് കഴിയേ എന്നൊക്കെ പറഞ്ഞു ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് ദീനിനെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന ഒരു ക്ലാസ് റൂമാണ്. ഇവിടെ ദീനിന് ചില ഉസൂലുകളുണ്ട്, അടിസ്ഥാനപരമായ ചില നിയമങ്ങളുണ്ട്. ആ നിയമത്തിൽ നിന്ന് ഒരു അളവ് വ്യതിചലിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇവിടെ പറ്റില്ല. കാരണം അതാണ് ഇവിടെ പറ്റിയ കുഴപ്പം മുഴുവനും. അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, അതിനൊക്കെ എന്തെങ്കിലും മറുപടി പറയാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ ദീനിന്റെ പല വിഷയങ്ങളും പൊളിച്ചെഴുതപ്പെടും. അതുകൊണ്ട് പിന്നെ ഇവിടെയുള്ളത്, നിങ്ങൾ ഇപ്പോ ഇവിടെ ഉദ്ധരിച്ചത് ഇബ്നു കസീറിന്റെ ഉദ്ധരണി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉദ്ധരിച്ചു. ഇബ്നു കസീറിന്റെ ഉദ്ധരണി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉദ്ധരിച്ചു. അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത് ഫയഖൂലൂന ഫീ കുല്ലി ഫിഅലിൻ വഖൗലിൻ യസ്ബുതു അനി ലം യസ്ബുതു സഹഹ എന്തൊരു ഖൗലോ ഫിഅലോ ഉണ്ടായാൽ അതിനെ സംബന്ധിച്ച് ബിദ്അത്ത് എന്ന് പറയും. ഇതാണ് ഇപ്പൊ നിങ്ങൾ എഴുതിയത്.
അതുകൊണ്ട് തന്നെ സഹാബത്ത് ചെയ്യാത്തത് കൊണ്ട് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ആദ്യം അവിടെ പറഞ്ഞു വെക്കുന്നു. നിങ്ങൾ ചോദിച്ചു സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഈ ചോദ്യം അസ്ഥാനത്താണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിനാണ് നിങ്ങൾ അസ്ഥാനത്തല്ല എന്ന് വരുത്താൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നതാണ്. ഇല്ല, സഹാബത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ബിദ്അത്താകുന്നു, അത് തെറ്റാകുന്നു, അത് നരകത്തിലാകുന്നു. സഹാബത്ത് നന്മയാണെങ്കിൽ അത് സഹാബത്ത് ചെയ്യുമായിരുന്നു എന്ന് ഇപ്പോ നിങ്ങൾ പറഞ്ഞു. ഇതിപ്പോ ഒരു പുതിയ ആശയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. സഹാബത്ത് നിങ്ങൾക്ക് ദീനിൽ തെളിവല്ല എന്ന് നിങ്ങൾ പണ്ട് പറഞ്ഞവരുമാണ്. അത് അവിടെ ഇരിക്കട്ടെ. ഏതായിരുന്നാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മറുപടി. അത് അങ്ങനെയെങ്കിൽ നിങ്ങളാ പറഞ്ഞ നിങ്ങൾ ഇബ്നു കസീറിന്റെ ഉദ്ധരണി ഉദ്ധരിച്ചത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥമാണ് ഇബ്നു കസീറിന് ഉള്ളതെങ്കിൽ, ആ ആശയമാണ് അതിൽ നിന്ന് വരുന്നത് എങ്കിൽ ഇതിന് നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? എന്റെ ചോദ്യത്തിന് അതൊന്ന് പറയൂ. അതൊന്നാണ്ട് പറഞ്ഞാൽ മതിയല്ലോ. ഒരു കാര്യം, ഒരു നല്ല കാര്യം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും എന്ന ഉദ്ദേശത്തോടു കൂടെ ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്തു, അത് സഹാബത്ത് ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇയാള് നരകത്തിലാണോ അല്ലയോ? ഇയാൾ ചെയ്തത് ഹറാമാണോ അല്ലയോ? അതിനു വേണ്ടി അയാൾ കാശ് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കാശ് ഹറാമിൽ ചെലവഴിച്ച കാശാണോ അല്ലയോ? ഇതൊന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരണം. അത് പറഞ്ഞിട്ട് ആ ഇബാറത്തിനെ സംബന്ധിച്ചുള്ള വിശകലനം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇബാറത്തിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു ഞാൻ വേറൊരു വിഭാഗത്തിലേക്ക് ഓടിപ്പോയതല്ല, ഞാൻ അങ്ങനെ ഓടിപ്പോകുന്നവനുമല്ല. ഞാൻ വിഭാഗത്ത് അവിടെ കണ്ടപ്പം അതിനോട് യോജിക്കുന്ന ഒരു വിഭാഗത്ത് കണ്ടപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ പിന്നെ ഞാൻ ഇത്രയും നേരം നടത്തിയ ചർച്ച ആളുകളിലും കേൾക്കുന്നുണ്ട്, റേഡിയോ ആളുകൾ കേൾക്കുന്നുണ്ട്, നമ്മൾ ഇവിടെയുള്ള ആളുകൾ കേൾക്കുന്നുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ മറുപടി തന്നിട്ടില്ല. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ആയിട്ട് ഞാൻ ഇബാദത്ത് പറഞ്ഞു. ആ ഇബാദത്തിന്റെ ബാക്കി പോലും നിങ്ങൾ നോക്ക്. അന്നഹും ലം യത്റുകൂ ഖസ്ലതൻ മിൻ ഖിസാലിൽ ഖൈരി ഇല്ലാ വഖദ് ബാദറു ഇലൈഹാ. നിങ്ങൾ നോക്ക്, ഇത് നല്ല അങ്ങനത്തെ ഒരു കാര്യം നിശ്ചയമായും അവർ ഒഴിവാക്കുമായിരുന്നില്ല. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? അപ്പൊ സ്വഹാബത്തിൽ നിന്നും സ്ഥിരപ്പെടാത്തൊരു സംഗതി ഒരു സുന്നത്താന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കാർ കൊണ്ടുവന്നാൽ അത് ബിദ്അത്ത് തന്നെയാണ്, നരകത്തിലേക്കുള്ളതാണ്. കേൾക്കുന്ന ഞങ്ങൾക്കറിയാം സഹോദര, നിങ്ങൾ പറയേണ്ടത് നിങ്ങളോട് സലാം ബാക്കവി ഉസ്താദ് ചോദിച്ചതിനുള്ള മറുപടിയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. മറുപടി അദ്ദേഹം തന്നു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നരകത്തിലേക്കാണ്. ഹലോ സുഹൃത്തെ, എന്റെ ചോദ്യത്തിന് മറുപടി നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞില്ലല്ലോ. സഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് വന്നാൽ പോലും അതുകൊണ്ട് അത് ബിദ്അത്താണ്, അത് നല്ല കാര്യമാണെങ്കിൽ അത് സഹാബത്ത് അത് അതിലേക്ക് ഉളരി വരണം എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അല്ലേ? അങ്ങനെയാണല്ലോ നിങ്ങൾ പറയുന്നത്. സഹാബത്ത് അതിലേക്ക് ഓടി വരണം, സഹാബത്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തൊരു നല്ല കാര്യമാണെങ്കിലും ആ നല്ല കാര്യം നല്ലതാവണമെങ്കിൽ അത് സഹാബത്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ സഹാബത്ത് ചെയ്തിട്ടില്ലാത്തൊരു നല്ല കാര്യം ഒരാൾ ചെയ്ത അയാൾ നരകത്തിൽ പോകുമെന്ന്. ഇതിന് നിങ്ങൾ വ്യക്തമായി മറുപടി പറയുന്നില്ല. നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് സഹാബത്ത് അങ്ങനെ സഹാബത്ത് അതിലേക്ക് ഓടി വന്നിട്ടില്ലെങ്കിൽ, ചെയ്തിട്ടില്ല എങ്കിൽ അത് ബിദ്അത്താണ്, തെറ്റാണ്, ഹറാമാണ്, അല്ലെങ്കിൽ ശിർക്കാണ്, കുഫറാണ് എന്നൊക്കെയാണ്. എങ്കിൽ ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, എന്റെ ആദ്യത്തെ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. സഹാബത്ത് ആണെന്ന് പറഞ്ഞോ? നരകത്തിലേക്കാണ് എന്നയാൾ പറഞ്ഞോ? കട്ടുള്ളത് കൊണ്ട് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ സഹാബത്ത് ചെയ്യാത്ത ഒരു കാര്യം, സഹാബത്ത് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും മുഅ്മിനീങ്ങൾ ചെയ്താൽ അയാൾ നരകത്തിൽ പോകും എന്നല്ലേ നിങ്ങളുടെ വാദം? അല്ലേ? അഷ്റഫ് പൂനൂർ ഒന്ന് എസ് അടിക്കോ? എന്നാ എനിക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാൻ എന്നാ വേഗം എളുപ്പമുണ്ടല്ലോ. നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നാണ് കേൾവിക്കാർ പറയുന്നത്.
നിങ്ങൾ ഇത് പറഞ്ഞോ ഇല്ലയോ, അത് പറഞ്ഞോ ഇല്ലയോ, പറഞ്ഞോ ഇല്ലയോ എന്നൊന്നും അടിച്ചൂടെ? അങ്ങനെ നിങ്ങൾ പറഞ്ഞോ ഇല്ലയോ, ആ പറഞ്ഞതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നോ ഇല്ലയോ? ഏതൊരു നന്മയുണ്ടെങ്കിലും ആ നന്മയിലേക്ക് സഹാബത്ത് ഉളരി വരണം എന്നാണ് അല്ലേ? അല്ലെങ്കിൽ അങ്ങനത്തതല്ലാത്തതൊക്കെ ആര് ചെയ്താലും അവർ നരകത്തിലാകുന്നു എന്നല്ലേ പറഞ്ഞു എന്നെല്ലാവരും പറയുന്നു. ഒന്നുകൂടെ മൈക്കെടുത്തിട്ട് ഒരവസരം കൂടി തരാം. അങ്ങനെ അതൊന്നും മൈക്കെടുത്ത് അതൊന്ന് ഉറപ്പിച്ച് പറയാ. അതിൽ നിങ്ങൾ ഉറച്ചത്, കാരണം ഇത് ഈ കട്ടുള്ളത് കൊണ്ട് മുഴുവൻ കേൾക്കാൻ കഴിയുന്നില്ല. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിവിടെ നിങ്ങളോട് വ്യക്തമാക്കി പറഞ്ഞു തന്നു. അന്നഹും ലം യത്റുകൂ ഖസ്ലതൻ മിൻ ഖിസാലിൽ ഖൈരി ഇല്ലാ വഖദ് ബാദറു ഇലൈഹ. ഇത് ഞാൻ പറഞ്ഞു, ഇതിന്റെ അർത്ഥം പറഞ്ഞു തന്നു. ഇത് അങ്ങനെ നല്ലൊരു കാര്യമായിരുന്നു, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു, സ്വഹാബത്ത് ഓടി അതിലേക്ക് അടുക്കുമായിരുന്നു. പിന്നെ എന്നോട് ചോദ്യം ചോദിച്ചു, അതിനുള്ള മറുപടി ഇതാ ഞാൻ പറഞ്ഞു. എന്ത്? സഹാബത്തിനും തബിതാബിങ്ങൾക്കും തോന്നാത്തൊരു സുന്നത്ത്, അവർക്ക് സുന്നത്താണ് തോന്നാത്തൊരു കാര്യം നിങ്ങൾ സുന്നത്താണെന്ന് പറഞ്ഞു കൊണ്ടുവന്നാൽ അത് ബിദ്അത്താകുന്നു. ആ ബിദ്അത്ത് നരകത്തിലേക്കുള്ളതാ. സ്വഹാബത്തിനും തബീങ്ങൾക്കും തബിതാബിങ്ങൾക്കും അതേപോലെ ഇമാമിങ്ങൾക്കും തോന്നാത്തൊരു സുന്നത്ത് അത് ബിദ്അത്ത് തന്നെയാണ്. ഓക്കെ, അത് നരകത്തിലേക്കുള്ള ബിദ്അത്താണ് എന്ന് നിങ്ങൾ പറഞ്ഞു അല്ലേ? സഹാബത്തും താബിഈൻ, അപ്പൊ താബിഉ താബിഈങ്ങൾ എവിടെ നിന്ന് വന്നു? താബിഉ താബിഈങ്ങൾ എവിടെ നിന്ന് വന്നു? സഹാബത്തും താബിയും താബിഉ താബിഈങ്ങളും എന്നല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? അതെവിടുന്ന അപ്പൊ നിങ്ങൾക്ക് കിട്ടിയത്? സഹാബത്ത് ചെയ്യാത്തതെന്നല്ലേ നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നത്? ഇപ്പൊ തബഉ താബിഈങ്ങളെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അതൊന്ന് പറയൂ. അത് നരകത്തിലേക്ക്. നിങ്ങളുടെ ചോദ്യം ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യ, അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ കുടുങ്ങിയതൊക്കെ. മനസ്സിലായോ? നിങ്ങൾക്ക് കിടന്ന് വട്ടം കറങ്ങുന്നത് അതുകൊണ്ടാണ്. ഒരിക്കൽ പറഞ്ഞു സഹാബത്തിനോട് പറയാനുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു? സഹാബത്ത് ചെയ്യാത്ത നരകത്തിലാണ് എന്ന് ചോദിച്ചപ്പോ കുറെ സ്വീപ്പായി. നിങ്ങൾ അതിന് മറുപടി പറയാതെ ഒപ്പിക്കാൻ നോക്കി. അവസാനപ്പെട്ട് പറഞ്ഞപ്പോ മൂപ്പര് ഒരു കൂട്ടല്, അത് ആരും കേൾക്കില്ല എന്നാ വിചാരിച്ചത്. സഹാബത്തും തബഉ താബിഈങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ അപ്പൊ എവിടുന്ന് കിട്ടി തബഉ താബിഈങ്ങള്? തബഉ താബിഈങ്ങളെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഒരു ചോദ്യം. ഇത് നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോഴേ ഇത് കിസ് മത്സരമല്ല എന്ന് മനസ്സിലാക്കണം. ഇത് ദീനാണ്. ദീനിന്റെ കാര്യം പറയുമ്പോൾ കൃത്യമായി ആ ഒരു ഹലോ, അസ്സലാമു അലൈക്കും. ഇവിടെ സലാം ബാക്കവി ഫസ്റ്റ് മുതൽ ചോദ്യം കേൾക്കാനിട്ടാ ഞാൻ വന്ന ചോദ്യം തുടങ്ങിയത് മുതൽ ചോദിക്കുന്നുണ്ട്. സ്വഹാബത്തും തബീങ്ങളും താബിങ്ങളും എന്നൊക്കെ മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനിതുവരെ എനിക്ക് ഇത്ര മതി. ഒരു കാര്യം ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു. അല്ല അഷ്റഫ്, ആ സലാം ബാക്കി ഉസ്താദ് പറയാനുള്ള കാരണം അഷ്റഫിന്നുള്ളൂ. പക്ഷെ അഷ്റഫ് താബിയങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ ഇവിടെ അടിച്ച ഇബാറത്തില് അനി സഹാബത്തിന് ഉള്ളൂ. ഇപ്പോൾ അതുവരെ ഈ ഇതിപ്പോ ഒന്ന് കിട്ടിയെന്നാ ചോദിച്ചത്. അപ്പൊ അതിന്റെയും കൂടി ഒരു ഇബാറത്തിന് പേസ്റ്റ് ചെയ്യുകയാണെങ്കിലേ പിന്നെ വളരെ എളുപ്പമായിരുന്നു. അതാണ് വിഷയം. സലാം ബാക്കി ഉസ്താദ് കേൾക്കട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദെ, 11:30 മണിയായി. ഇനി വേണമെങ്കിൽ നമുക്ക് ചർച്ച നാളേക്ക് മാറ്റാൻ പറ്റുമോ? ഇനി കട വന്ന് ഇനി മുങ്ങാനൊന്നും പറയണ്ട. ഇനി അതല്ല, ഈ വിഷയത്തിൽ തന്നെ നമുക്ക് MICR-ഉം പിന്നെ KMIC-യുമായിട്ടൊരു സംവാദം വേണമെങ്കിൽ ഇതേ വിഷയത്തിൽ ജന്മദിനാഘോഷം ബിദ്അത്ത് എന്നുള്ള വിഷയത്തിൽ വളരെ സൗഹാർദ്ദപരമായിട്ട് നടത്താൻ KMIC അല്ലേനോ? ഓക്കെ, എന്തായാലും നമ്മുടെ SKSF-ന്റെ റൂം ആയിട്ട് ഒരു സംവാദത്തിന് ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്താം. അതിന് ഞാൻ മുന്നിൽ നിൽക്കാം. നൂർ ഫൈസി ഉസ്താദ് ഉണ്ടല്ലോ. എനിക്ക് കടയിൽ നിന്ന് സംസാരിക്കാൻ ഒരു പരിധി ഉണ്ട്. KICR, ഓക്കെ, KICR. അപ്പോൾ പിന്നെ MICR-ഉമായിട്ട് പിന്നെ ഒരു സംവാദം, അതിന് ഞാൻ മുൻകൈ എടുക്കാം. ഇതേ വിഷയം തന്നെ ആയിക്കോട്ടെ. പിന്നെ ജന്മദിനാഘോഷം ബിദ്അത്ത്, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം ബിദ്അത്ത്, അത് സുന്നത്താണ് എന്ന് നിങ്ങളും. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു സംവാദം. എനിക്ക് ഇനി ഇവിടുന്ന് ഒരുപാട് നേരം
സംസാരിക്കാൻ ഇത്രയും നേരം സംസാരിച്ചതെന്നും എനിക്ക് മനസ്സിലായത് സ്വഹാബത്തും തബീങ്ങളും താബിങ്ങളും മദ്ഹബിന്റെ ഇമാമിങ്ങളും ഒന്നും ജന്മദിനം ആഘോഷിച്ചില്ല എന്നാണ്. ഉണ്ട് എന്ന് നിങ്ങൾ ആരും ഇതുവരെ തെളിവും തന്നിട്ടില്ല. അത് തരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൂടെ ഞാനും പ്രവർത്തിക്കുന്നതാണ്. ഈ റൂമിൽ ഉണ്ടാവും ഞാൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട സലാം ബാക്കി ഉസ്താദ് മൈക്ക് എടുക്കണം. അതിനുശേഷം മറ്റു എടുക്കാം. ഹലോ. അപ്പൊ മൂപ്പർക്ക് പോവാണ്ട് തിരക്കായിട്ടുണ്ട്. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി വിശദമായി നബിദിനാഘോഷത്തിനുള്ള തെളിവുകളിൽ നിന്ന് പലതും ഉദ്ധരിച്ചുകൊണ്ട് അത് പുണ്യകർമ്മമാണ്, സുന്നത്തായ കർമ്മമാണ് എന്ന് ഇവിടെ സ്ഥിരീകരിക്കുകയുണ്ടായി. അതിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും മിക്കവാറും മിക്ക കാര്യങ്ങളെ സംബന്ധിച്ചും വിശദീകരിക്കുകയുണ്ടായി. സമനസ് അന്ന് ചോദിച്ചത്, ഇങ്ങനെ ഇത് സുന്നത്താണെങ്കിൽ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നാണ്. നമ്മൾ പറഞ്ഞു, ഒരു കാര്യം സ്ഥിരപ്പെടാൻ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ സാങ്കത്യം എന്താണ്? അത് എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? അപ്പൊ സഹാബത്ത് ചെയ്തിട്ടില്ലെങ്കിൽ സഹാബത്തോ താബിഈങ്ങളോ ചെയ്തിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. സാബിയങ്ങളോ അല്ലെങ്കിൽ അയിമത്തോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാ മുമ്പ് ചോദിച്ചത്. അപ്പൊ അത് ആ ചോദ്യം അസ്ഥാനത്താണ്. കാരണം ദീനിൽ ഒരു കാര്യം പുണ്യകർമ്മമാവാൻ ഖുർആനിലെ സൂചനകൾ, അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് സ്ഥിരീകരിക്കേണ്ട പല രൂപങ്ങൾ, അല്ലെങ്കിൽ ഇജ്മാ, അല്ലെങ്കിൽ ഖിയാസ്. ഖിയാസ് എന്ന് പറഞ്ഞാൽ ഖുർആനിലോ ഹദീസിലോ നേരിൽ ഇല്ലാത്ത വിഷയത്തിനാണ് ഖിയാസ് എന്ന് പറയാം. അതിനാണ് തുലനം ചെയ്യുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ സ്ഥിരപ്പെട്ടാൽ അതൊന്നുകിൽ പിന്നെ വാജിബാകും, അല്ലെങ്കിൽ സുന്നത്താകും. അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. ഇങ്ങനെയുള്ള അവസ്ഥ അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് സഹാബത്ത് ചെയ്തിട്ടുണ്ടോ താബിഈങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യം അസ്ഥാനത്താണ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇന്ന് മുജാഹിദീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അഷ്റഫ് പൂനൂരടക്കം അംഗീകരിക്കുന്ന പലതും അല്ല എന്ന് വരും. ദീനിൽ നിന്ന് പുറത്താണെന്ന് വരും. അത് ചെയ്തതുകൊണ്ട് നരകത്തിലാണെന്ന് വരും. സഹാബത്ത് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് മാത്രം തള്ളുകയാണെങ്കിൽ അത് ദീനിൽ നിന്ന് പുറത്താണ് എന്ന് വരും. അതുകൊണ്ട് നരകത്തിൽ കടക്കുമെന്ന് വരും. അത് വരാൻ പറ്റില്ല. കാരണം പല വിഷയങ്ങളും ഇവിടെയുണ്ട്. അത് മുജാഹിദീങ്ങളും അംഗീകരിക്കുന്നതാണ്, ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ ചോദ്യം അസ്ഥാനത്താണ്. അപ്പൊ മൂപ്പര് പറഞ്ഞു, അല്ല, ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട് സഹാബത്ത് ചെയ്യാത്തത് ചെയ്താൽ അതിനെ സംബന്ധിച്ച് മുസ്ലിമീ അഹ്ലുസുന്നത്ത് ബിദ്അത്താണ് എന്നാണ് സഹാബത്ത് ചെയ്തത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ലാസ്റ്റ് അത് ആ ബിദ്അത്താണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ അത് നരകത്തിലേക്ക് പോകുന്ന മോശമായ ബിദ്അത്താണ് എന്നോ അത് പറയാൻ മൂപ്പര് കുറെ മടിച്ചു. കാരണം ആ ഇബാറത്തിനെ ദുർവ്യാഖ്യാനാണ് ആദ്യം. ആ ചോദ്യം ഞാൻ ചോദിച്ചപ്പോ താബിഈങ്ങളോ ഇവിടെ നിന്ന് ചോദിച്ചു. ഇവര് പറഞ്ഞു ഞാൻ ചോദിച്ചത് അങ്ങനെയായിരുന്നു. ചോദിച്ചതല്ല ഈ പറഞ്ഞതേ. ബിദ്അത്തിനെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത് ഇബ്നു കസീറിന്റെ ഉദ്ധരണി നിങ്ങൾ ഉദ്ധരിച്ചു. തെറ്റായ ബിദ്അത്താണ്, സഹാബത്ത് അംഗീകരിക്കപ്പെടാത്ത ബിദ്അത്താണ് എന്നതിന് സഹാബത്ത് ചെയ്യാതിരിക്കുന്നതാണ്, പറയാതിരിക്കുന്നതാണ് എന്ന് നിങ്ങൾ ഉദ്ധരിച്ചു. അതിൽ നിന്ന് എങ്ങനെ പിന്നെ തബഉ താബിഈങ്ങളുടെ കിട്ടി എന്നാ എന്റെ ചോദ്യം. സഹാബത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ബിദ്അത്താണെങ്കിൽ പിന്നെ തബഉ താബിഈങ്ങളോ ചെയ്തിട്ടില്ലെങ്കിലാണ് ബിദ്അത്ത് എന്ന് അഷ്റഫ് പൂനൂരിന് എവിടെ നിന്ന് കിട്ടി? അങ്ങനെ സ്വന്തം പറയാൻ പാടില്ലല്ലോ. അതൊക്കെ ബിദ്അത്താണെന്നാ നിങ്ങൾ പറഞ്ഞത്. നബിയോ സഹാബത്തോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ ചെയ്തിട്ടില്ലെങ്കിൽ ബിദ്അത്താണെന്നാ നിങ്ങൾ പറഞ്ഞത്. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾക്ക് തോന്നിയത് പറയാൻ പറ്റില്ലല്ലോ. അതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊന്നും മൂപ്പര് ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, അതിന് നമ്മൾ മറുപടി പറയാം. അത് നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾ ഇവിടെ ഉദ്ധരിച്ച തെളിവുകളെ വെല്ലാൻ കഴിയുന്ന വല്ല ചോദ്യവും നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. അതിന് നമുക്ക് അവസരമുണ്ടാക്കാം ഇൻഷാ അള്ളാഹ്. ഇനി ഇപ്പോൾ അതിന് നിങ്ങൾക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇനി മറ്റൊരു രൂപത്തിൽ ഒരു പിന്നെ സമയമില്ലാത്തത് കൊണ്ടോ ഒക്കെ ആവാം. നിങ്ങൾക്ക് സമയം കടയിലൊക്കെ ആണല്ലോ, എന്തോ ആവട്ടെ, നിങ്ങൾക്ക് അതിനൊരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ്
പിന്നെ ഉള്ള ചോദ്യം ഇൻഷാ അള്ളാ ഇത് മാത്രമല്ല, ഇതിനും നമുക്ക് ഒരു സംവാദം നടത്തണം. നമ്മളെ തൗഹീദിനെ സംബന്ധിച്ച് ഒരു സംവാദം നടത്തണം, എല്ലാം നടത്തണം. റെഡിയല്ലേ? നമുക്ക് 2 വിഷയം, ഒന്ന് ഇതിനെ സംബന്ധിച്ചും ഒന്ന് ഇസ്തിഗാസയെ സംബന്ധിച്ചും. അപ്പൊ അതിന്റെ ഇടയിൽ ഒരാൾ വന്ന് ചോദിച്ചതാണല്ലോ, ഇത് രണ്ടും കൂടി അഷ്റഫിന് മൈക്ക് കൊടുക്കാം ഇൻഷാ അള്ളാ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നൂർ ഫൈസിയുമായി സംസാരിച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വളരെ ഒരു നല്ല ചർച്ച കുറെ നേരം നടന്നു. പിന്നെ ഞാൻ ഇവിടെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു. ഈ വിഷയത്തിൽ ജന്മദിനാഘോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം ബിദ്അത്താണ് എന്നുള്ള വിഷയത്തിൽ ഒരു സംവാദം നടത്താൻ MICR റെഡിയാണ്. നിങ്ങളും റെഡി ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഡേറ്റും സമയമൊക്കെ തീരുമാനിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ തീരുമാനിക്കാം. അത് റെഡിയാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത്രയും നേരം സംസാരിക്കാൻ ഏകദേശം എത്ര മണിക്കൂറായി ഉണ്ടാവും നൂർ ഫൈസി ഉസ്താദേ? ഏകദേശം 2 മണിക്കൂറൊക്കെ ആയി ഉണ്ടാവില്ലേ ഉസ്താദേ? വളരെ വളരെ മാന്യമായിട്ട് ഒരു മോശമായ വാക്കുകളോ ഒന്നും ഈ റൂമിൽ നിന്നും ഉണ്ടായിട്ടില്ല. മറ്റുള്ള വേറെ 2 റൂമുകളുണ്ട്. ഒരു റൂമിൽ പോയിട്ട് എന്റെ ഉമ്മാനെ കെട്ടിച്ചേരോ എന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിച്ചിട്ട് കേൾവിക്കാരൻ എന്ന് പറയുന്ന ആ സാധനം എന്റെ ഉമ്മാനെ കെട്ടിച്ചു തരുമോ എന്ന് ഒരു മുസ്ലിയാർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസാരങ്ങളും ഇവിടെയുള്ള ഒരാളും ഉണ്ടായിട്ടില്ല. വളരെ മാന്യമായിട്ടാണ് പെരുമാറി. ഇടയ്ക്ക് ഡോട്ട് വന്നു, സാരല്ല. ചിലപ്പോൾ അത് റൂമാകുമ്പോൾ സാരല്ല, എനിക്ക് പ്രശ്നമല്ല, നിങ്ങളുടെ റൂമാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ ചർച്ച നമുക്ക് ഒരു സംവാദത്തിന്റെ രൂപത്തിൽ തന്നെ ആക്കാം. ഞങ്ങൾ തയ്യാറാണ്. നബിദിനാഘോഷം അത് ബിദ്അത്താണ് എന്നാണ് ഞങ്ങളുടെ വാദം. തിരിച്ച് നിങ്ങളുടെ വാദം ബിദ്അത്തല്ല സുന്നത്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ വ്യവസ്ഥകൾ എഴുതാം. പിന്നെ ഉസ്താദ് പറഞ്ഞു തൗഹീദും ഒരുപാട് വിഷയങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. നമുക്ക് ഇപ്പം ഈ മാസം ഈ എല്ലാ റൂമിലും നബിദിനാഘോഷത്തിന്റെ ചൂടാണ്. അപ്പൊ അതുകൊണ്ട് ഈ നബിദിനാഘോഷം തന്നെ ആവട്ടെ ചർച്ച. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്ന് അങ്ങനെ ഇൻഷാ അല്ലാഹ് ആക്കാം. എന്തായാലും ഞാൻ ഈ റൂമിന്റെ അഡ്മിന്മാർ, പ്രത്യേകിച്ചും നൂർ ഫൈസി ഉസ്താദ്, ഞങ്ങൾ പല രീതിയിലും ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട്. അങ്ങനെ ആദർശം അദ്ദേഹം ഞാനും മാറ്റുണ്ട്. എന്നാലും വ്യക്തിപരമായിട്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ നല്ല ബഹുമാനിക്കുന്ന ഒരാളും കൂടിയാണ് ഉസ്താദ്. എന്തായാലും അവസരം തന്നത് അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഇവിടുത്തെ അഡ്മിന്മാർക്കും റൂമിന്റെ ആളുകൾക്കും പ്രത്യേക നന്ദി പറയാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.